യെസ്, ഞാനും അങ്ങനെ ഫ്ലൈറ്റ് പറത്തി, അതും ലണ്ടന് മുകളിലൂടെ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? അതേന്നേ, ഇറ്റ് വാസ് റിയലി ആൻ എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി. ലണ്ടനിൽ പോയിട്ടുണ്ടെങ്കിലും ആകാശത്തിലൂടെ ലണ്ടൻ കാണുന്ന ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. എക്സ്പീരിയൻസ് വാസ് റിയലി അമേസിങ്. ലണ്ടൻ ഐയും ലണ്ടൻ ബ്രിഡ്ജും അങ്ങനെ ഓൾ ലണ്ടൻ സിറ്റി ഫുള്ളും ഞാൻ കണ്ടു. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇത് ആക്ച്വലി ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒരു ബ്രിട്ടീഷ് ഏവിയേഷൻ മ്യൂസിയം കാണാൻ പോയതാണ്. അവിടെ എയർക്രാഫ്റ്റിൻ്റെ സിമുലേറ്റർ അല്ലെങ്കിൽ സിംപിറ്റിലിരുന്നാണ് ഞാൻ ഫ്ലൈറ്റ് പറത്തിയത്. കോക്പിറ്റ് എന്നാൽ ആക്ച്വൽ ഓപ്പറേഷണൽ ഏരിയ ഓഫ് വെഹിക്കിൾ ലൈക്ക് എയർക്രാഫ്റ്റ്, ട്രെയിൻ ഓർ റേസ് കാറാണ്. എന്നാൽ സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റെപ്ലിക്കേറ്റ് എൻവയോൺമെൻ്റ് ആണ്, ഫോർ ട്രെയിനിങ് ഓർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണ്. ഒരു ഫ്ലൈറ്റിൽ പൈലറ്റിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ എങ്ങനെയായിരിക്കുമെന്നും എങ്ങനെയാണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുമൊക്കെയാണ് ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. ഒരു ഗെയിമിംഗ് സിമുലേറ്റർ പോലും ഉപയോഗിക്കാത്ത എനിക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതൊക്കെ അത്ര വലിയ കാര്യമാണെന്ന് ചിന്തിച്ചാൽ ചെറിയ കാര്യത്തിലും സന്തോഷം കണ്ടെത്തുന്ന എനിക്ക് ഇത് വലുത് തന്നെയാണ്. ആക്ച്വലി നമ്മുടെ എയ്റോപ്ലെയിൻ്റെ അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡ്സ്, ടെമ്പറേച്ചർ, അതുപോലെ മാക്ക്, അതിനകത്തുണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് അവർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഓടിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. മ്യൂസിയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. എയർക്രാഫ്റ്റിൻ്റെ മോഡൽസ്, ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ്, യുണീക്ക് വിൻഡ് ടണൽസ്, ഏർലി ഫ്ലൈറ്റ്സ്, ജെറ്റ് എൻജിൻസ്, റിസർച്ച് മോഡൽസ്, അതുപോലെ തന്നെ കോൺകോഡ് ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റുകളുടെ റെപ്ലിക്ക അവിടെയുണ്ട്. സാറ്റലൈറ്റ്സുകൾ, ഫ്യൂവൽ സൈസ്ഡ് കോഡിഫ്ലയർ റെപ്ലിക്കയുണ്ട്. ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോട്ടോസിനും വീഡിയോസിനും റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ആണ് കൂടുതൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റാത്തത്. മ്യൂസിയം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് എൻട്രി ഫ്രീ ആണ്. ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം.